വെൽക്കം ബാക്ക്. സോ ഗായ്സ്, ഞാൻ ഇന്ന് ഒമാനിലോട്ടൊന്ന് പോവാണ്. അപ്പം അർജൻറ്റായിട്ടൊരു വിസിറ്റ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, എനിക്ക് പുതിയ വിസ അടിക്കണം. ഞാൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഥ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് ഞാൻ ഒമാനെത്തി. ഞാൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ ഒരു വലിയ ലോകം തന്നെയായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. 3-ാം തീയതിയാണ് ഞാൻ അവിടെ എത്തിയത്. ചെന്നപാടെ ഞാൻ കൊണ്ടുപോയ ചപ്പാത്തി മുട്ടക്കറിയാണ് ഞാൻ ലാസ്റ്റ് കഴിച്ചത്. അങ്ങനെ റൂമിലിരുന്ന് മടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് പുറത്തിറങ്ങി. ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഈ സമയം. അങ്ങനെ ഞാൻ അടുത്തുള്ള മാക്സിലൊക്കെ കയറി ചുറ്റിക്കറങ്ങി. പിന്നെ വന്നിതാ ഒരേ ഇരുത്തായിരുന്നു. അങ്ങനെ ഗായ്സ്, 1 2 3 ദിവസം കഴിഞ്ഞു. എനിക്ക് അവിടുത്തെ ഫുഡും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഓൺലി ഫ്രൂട്ട്സിൽ അങ്ങ് ഒതുക്കി. അങ്ങനെ പിന്നെ പോകെ ഞാനങ്ങ് ഷോകടിക്കാൻ തുടങ്ങി കേട്ടോ. എന്താണെന്നറിയാത്ത വിഷമമൊക്കെ അങ്ങ് കയറി വരുന്നു. സോ എല്ലാവർക്കും ശരിയായി വിസ വന്നു, എനിക്ക് മാത്രം വന്നില്ല. വാട്ട് എവർ റീസൺ, നോ അപ്ഡേറ്റ്, ജസ്റ്റ് വെയിറ്റിംഗ്. വിശപ്പില്ല, ദാഹമില്ല, ബട്ട് ബിക്കോസ് ഐ ആം ടയർഡ് ഇമോഷണലി. സംടൈംസ് വെയിറ്റിംഗ് ഹർട്ട് മോർ ദാൻ റിജക്ഷൻ. എങ്കിലും ഞാനിരുന്നു പ്രാർത്ഥിച്ചു ഒരു വിശ്വാസത്തോടെ. അങ്ങനെ ഞാനിങ്ങനെ പുറത്തിറങ്ങുക. എനിക്ക് പറ്റിയ കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു 3-ാമത്തെ ദിവസം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെയും മാക്സിൽ പോയി. മാക്സ് എന്ന് പറയുന്നത് ഞങ്ങളൊരു ലോകമായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാവരും വന്നും പോയി അങ്ങനെ ഇരുന്ന് 4-ാമത്തെ ദിവസം എൻ്റെ വിസ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങ് റിച്ചായി ഗൈസ്. റിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ജ്യൂസ് കുടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, റൂമിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ അങ്ങ് ബസ്സിലേക്ക് പോവാണ്. ശരിക്കും ബസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി മാമ. പക്ഷേ ഇതല്ല ബസ്. എൻ്റെ ബസ് എന്നെയും വെയിറ്റ് ചെയ്തത് അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സോ ബസ്സിൽ കയറി. ഡ്രൈവർ ഒരു മലയാളിയായിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആള്. അങ്ങനെ ഞാൻ ഒമാനോട് യാത്ര പറയാൻ പോവാണ്. എന്താണെന്നില്ലാത്ത വല്ലാത്തൊരു സന്തോഷമായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ പോവില്ലേ, ആ ഒരു സന്തോഷമായിരുന്നു ഞാൻ UAE പോകുമ്പോൾ കേട്ടോ. കാര്യം ഇതൊരു വല്ലാത്തൊരു ദിവസമായിരുന്നു ഈ 4-5 ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ബസ്സിൽ ഏതാണ്ടൊക്കെ സിനിമ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഈ 4-5 ദിവസം എന്തിനാണ് ഒമാനിൽ ഇരുന്നതെന്നല്ല നിങ്ങളും ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫൈനലി അത് കണ്ടുപിടിച്ചു. എൻ്റെ അടുത്ത് ട്രാവൽസുകാർ പറഞ്ഞത് നീ എക്സിറ്റ് ആയത് സിസ്റ്റത്തിൽ എൻ്റർ ആയിട്ടില്ല എന്നുള്ളതാണ്. സോ എനിക്കിപ്പോൾ വിസ വന്നു. അപ്പോൾ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, എക്സിറ്റ് ആവുന്നതും എൻട്രി ആവുന്നതും സീൽ വെക്കുന്നതൊക്കെ കൺഫേം ആക്കിയിട്ട് വേണം അവിടുന്ന് തിരിക്കാനും പോകാനും ഒക്കെ. സോ ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ അവിടെ കണ്ടു കേട്ടോ. അങ്ങനെ കൊച്ചെത്തിയ ഫീലായിരുന്നു. നമ്മുടെ ദുബായ് എത്തിയപ്പോൾ ഞാനൊരു കറക്റ്റ് കുടിച്ചു, സ്നാക്സ് കഴിച്ചു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു ഫിലിപ്പിൻ ഫ്രണ്ടാണ് കേട്ടോ. എനിക്കൊരു ചേച്ചിയെ കിട്ടിയിട്ടുണ്ട്, ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.